ശാന്തി 6/2/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പഴയ ലോകത്തിലെ മുള്ളുകളെ പുതിയ ലോകത്തിലെ പുഷ്പങ്ങൾ ആക്കുക. ഇത് നിങ്ങൾ സമർത്ഥരായ പൂന്തോട്ടക്കാരുടെ ജോലിയാണ്. ചോദ്യം: സംഗമയുഗത്തിൽ കുട്ടികളായ നിങ്ങൾ ഏതൊരു ശ്രേഷ്ഠ ഭാഗ്യമാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം: മുള്ളിൽ നിന്നും സുഗന്ധ പുഷ്പമാവുക. ഇത് ഏറ്റവും ശ്രേഷ്ഠ ഭാഗ്യമാണ്. അഥവാ ഏതെങ്കിലും ഒരു വികാരം പോലും ഉണ്ടെങ്കിൽ മുള്ളാണ്. എപ്പോഴാണോ മുള്ളിൽ നിന്നും പുഷ്പമാകുന്നത്, അപ്പോഴാണ് സദോ പ്രധാന ദേവി ദേവതയാകുന്നത്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ 21 തലമുറകൾക്ക് വേണ്ടി തൻ്റെ സൂര്യവംശി ഭാഗ്യം ഉണ്ടാക്കുവാൻ വന്നിരിക്കുന്നു. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. ഗീതം കുട്ടികൾ കേട്ടു. ഇത് കോമൺ ഗീതമാണ്. കാരണം നിങ്ങൾ പൂന്തോട്ടക്കാരനാണ്. ബാബ തോട്ടം ഉടമയാണ്. ഇപ്പോൾ പൂന്തോട്ടക്കാരെ മുള്ളിൽ നിന്നും പുഷ്പമാക്കേണ്ടതുണ്ട്. ഈ വാക്ക് വളരെ ക്ലിയറാണ്. ഭക്തർ ഭഗവാന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഇവരെല്ലാം ഭക്തരാണല്ലോ. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ പഠനം പഠിക്കുവാൻ ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഈ രാജയോഗത്തിൻ്റെ പഠനത്തിലൂടെ തന്നെയാണ് പുതിയ ലോകത്തിൻ്റെ അധികാരി ആകുന്നത്. ഭക്തർ പറയുന്നു, നമ്മൾ ഭാഗ്യം ഉണ്ടാക്കി വന്നിരിക്കുകയാണ്. പുതിയ ലോകത്തെ ഹൃദയത്തിൽ അലങ്കരിച്ച് വന്നിരിക്കുന്നു. ബാബയും ദിവസവും പറയുന്നു, സ്വീറ്റ് ഹോമിനെയും സ്വീറ്റ് രാജധാനിയെയും ഓർമ്മിക്കൂ. ആത്മാവിനെ ഓർമ്മിക്കണം. ഓരോ സെൻറ്ററിലും മുള്ളിൽ നിന്നും പുഷ്പമായിക്കൊണ്ടിരിക്കുകയാണ്. പുഷ്പങ്ങളിലും നമ്പർ അനുസരിച്ചുണ്ടല്ലോ. ശിവന്റെ മേൽ പുഷ്പം അർപ്പിക്കുന്നു. ചിലർ ഒരു തരത്തിലുള്ള പുഷ്പം അർപ്പിക്കുന്നു, ചിലർ മറ്റൊരു തരത്തിലുള്ളത്. റോസാ പുഷ്പവും എരിക്കൻ പൂവും തമ്മിൽ രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇതും പൂന്തോട്ടമാണ്. ചിലത് മുല്ലപ്പൂവാണ്, ചിലത് ചെമ്പകം, ചിലത് രത്തൻ ജ്യോതി, ചിലത് എരിക്കിൻ്റേതുമാണ്. കുട്ടികൾ അറിയുന്നുണ്ട്, ഈ സമയത്ത് എല്ലാവരും മുള്ളുകളാണ്. ഈ ലോകം തന്നെ മുള്ളുകളുടെ കാടാണ്. ഇതിനെ പുതിയ ലോകത്തിലെ പുഷ്പമാക്കേണ്ടതുണ്ട്. ഈ പഴയ ലോകത്തിലുള്ളത് മുള്ളുകളാണ്. ഗീതത്തിലും പറയുന്നു, നമ്മൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. പഴയ ലോകത്തിലെ മുള്ളിൽ നിന്നും പുതിയ ലോകത്തിലെ പുഷ്പം ആകുന്നതിന് വേണ്ടി. ആ പുതിയ ലോകം ബാബ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. മുള്ളിൽ നിന്നും പുഷ്പം എന്നാൽ ദേവി ദേവത ആകണം. ഗീതത്തിൻ്റെ അർത്ഥം എത്ര സഹജമാണ്. നമ്മൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി ഭാഗ്യം ഉണർത്തുവാൻ വന്നിരിക്കുകയാണ്. പുതിയ ലോകമാണ് സത്യയുഗം. ചിലരുടേത് സദോ പ്രധാന ഭാഗ്യമാണ്, ചിലരുടേത് രജോയും തമോയുമാണ്. ചിലർ സൂര്യവംശി രാജാവാകുന്നു, ചിലർ പ്രജയാക്കുന്നു, ചിലർ പ്രജയുടെയും ജോലിക്കാരും വേലക്കാരുമാകുന്നു. ഇത് പുതിയ ലോകത്തിൻ്റെ രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. സ്കൂളിൽ ഭാഗ്യം ഉണർത്തുവാനായി പോകുന്നുവല്ലോ. ഇവിടെയാണെങ്കിൽ പുതിയ ലോകത്തിൻ്റെ കാര്യമാണ്. ഈ പഴയ ലോകത്തിൽ എന്ത് ഭാഗ്യം ഉണ്ടാക്കുവാനാണ്? നിങ്ങൾ ഭാവിയിൽ പുതിയ ലോകത്തിൽ ദേവത ആകുന്നതിനുള്ള ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ദേവതമാരെ എല്ലാവരും നമിച്ചു വരുന്നു. നമ്മൾ തന്നെയാണ് ദേവതയും പൂജ്യരും ആയിരുന്നത്. പിന്നെ നമ്മൾ തന്നെ പൂജാരി ആയിരിക്കുന്നു. 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ബാബയിൽ നിന്നും ലഭിക്കുന്നു. അതിനെ 21 തലമുറ എന്ന് പറയുന്നു. വൃദ്ധ അവസ്ഥ വരിക എന്നതിനെയാണ് തലമുറ എന്ന് പറയുന്നത്. ബാബ 21 തലമുറകൾക്കുള്ള സമ്പത്ത് നൽകുന്നു. കാരണം യുവാ അവസ്ഥയിലോ ബാല്യത്തിലോ മധ്യത്തിലോ അകാല മൃത്യു ഒരിക്കലും ഉണ്ടാകുന്നില്ല.
അതിനാൽ അതിനെ അമരലോകം എന്ന് പറയുന്നു. ഇത് മൃത്യുലോകമാണ്, രാവണ രാജ്യമാണ്. ഇവിടെ ഓരോരുത്തരിലും വികാരങ്ങളുടെ പ്രവേശനമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വികാരമുണ്ടെങ്കിൽ മുള്ളായല്ലോ. ബാബ മനസ്സിലാക്കും, പൂന്തോട്ടക്കാരന് റോയലായ സുഗന്ധമുള്ള പുഷ്പമുണ്ടാക്കാൻ അറിയില്ല. പൂന്തോട്ടക്കാരൻ നല്ലതായിരിക്കുമെങ്കിൽ നല്ല നല്ല പുഷ്പങ്ങൾ തയ്യാറാകും. വിജയമാലയിൽ കോർക്കപ്പെടുന്നതിന് യോഗ്യരായ പുഷ്പം വേണം. ദേവതമാരുടെ അടുക്കൽ നല്ല നല്ല പുഷ്പങ്ങൾ കൊണ്ടുപോകാറുണ്ടല്ലോ. ക്വീൻ എലിസബത്ത് വരികയാണെന്ന് വിചാരിക്കൂ. എങ്കിൽ പൂർണ്ണമായും ഫസ്റ്റ് ക്ലാസ് പുഷ്പങ്ങളുടെ മാല ഉണ്ടാക്കി കൊണ്ടുപോകും. ഇവിടെയാണെങ്കിൽ മനുഷ്യർ തമോ പ്രധാനമാണ്. ശിവന്റെ ക്ഷേത്രത്തിലും പോകുന്നു. ഇത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ ദേവത എന്ന് പറയുന്നു, ശിവനെ ഭഗവാൻ എന്ന് പറയുന്നു. അപ്പോൾ ഉയർന്നതിലും ഉയർന്നതായല്ലോ. ഇപ്പോൾ ശിവനെക്കുറിച്ച് ഉമ്മത്തും കഞ്ചാവും ഉപയോഗിച്ചിരുന്നതായി പറയുന്നു. എത്ര ഗ്ലാനി ചെയ്യുന്നു. പുഷ്പവും എരിക്കിൻ്റേതാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള പരംപിത പരമാത്മാവിൻ്റെ അടുക്കൽ എന്താണ് കൊണ്ടുപോകുന്നത്? തമോ പ്രധാനമായ മുള്ളുകളുടെ അടുക്കൽ ഫസ്റ്റ് ക്ലാസ് പുഷ്പങ്ങൾ കൊണ്ടുപോകുന്നു. ശിവന്റെ ക്ഷേത്രത്തിൽ എന്താണ് കൊണ്ടുപോകുന്നത്? പാലും എങ്ങനെയാണ് അർപ്പിക്കുന്നത്? 5% പാലും ബാക്കി 95% വെള്ളവും. ഭഗവാന്റെ അടുക്കൽ പാൽ എങ്ങനെയാണ് അർപ്പിക്കേണ്ടത്? ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നു. നിങ്ങളിലും നമ്പർ വൈസാണ്. ആര് നന്നായി അറിയുന്നുവോ അവരെ സെൻറ്ററിൻ്റെ ഹെഡാക്കുന്നു. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. പഠനം ഒന്ന് തന്നെയാണ്. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റേത് തന്നെയാണ് എയിം ഓബ്ജക്റ്റ്. എന്നാൽ ടീച്ചർ നമ്പർ വൈസ് ആണല്ലോ. വിജയമാലയിൽ വരുന്നതിൻ്റെ മുഖ്യ ആധാരം പഠനമാണ്. പഠനം ഒന്നേയുള്ളൂ. അതിൽ നമ്പർ അനുസരിച്ചാണല്ലോ പാസ്സാകുന്നത്. മുഴുവൻ ആധാരവും പഠനത്തിന്മേലാണ്. ചിലരാണെങ്കിൽ വിജയമാലയിലെ 8 മണികളിൽ വരുന്നു. ചിലർ 108-ൽ, ചിലർ 16,108-ൽ. വംശാവലി ഉണ്ടാക്കുന്നുവല്ലോ. വൃക്ഷത്തിൻ്റെയും വംശാവലി വരുമ്പോൾ ആദ്യം 1 ഇല, 2 ഇല, പിന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും വൃക്ഷമാണ്. വംശാവലികളുണ്ട്. കൃപലാനി വംശാവലി തുടങ്ങിയവ പോലെ. അതെല്ലാം പരിധിയുള്ള വംശാവലികളാണ്. ഇത് പരിധിയില്ലാത്ത വംശാവലിയാണ്. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തേത് ആരാണ്? പ്രജാപിത ബ്രഹ്മാവ്. ആ ഒന്നിനെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. എന്നാൽ ഇത് ആർക്കും അറിയില്ല. മനുഷ്യർ സൃഷ്ടിയുടെ രചയിതാവ് ആരാണ് എന്നല്പം പോലും അറിയുന്നില്ല. തീർത്തും അഹല്യയെ പോലെ കല്ലുബുദ്ധിയാണ്. എപ്പോഴാണോ ഇങ്ങനെ ആകുന്നത് അപ്പോൾ തന്നെയാണ് ബാബ വരുന്നത്. നിങ്ങൾ ഇവിടെ അഹല്യ ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാകുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ നോളജും ധാരണ ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. ബാബയെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പഠനത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. ഇന്ന് വന്നു എന്ന് വിചാരിക്കൂ. നാളെ പെട്ടെന്ന് ശരീരം വെടിയുകയാണെങ്കിൽ പിന്നെ എന്ത് പദവി നേടാൻ സാധിക്കും? നോളജ് ഒന്നും എടുത്തില്ലെങ്കിൽ, യാതൊന്നും പഠിച്ചില്ലെങ്കിൽ എന്ത് പദവി നേടുവാനാണ്? ദിനം പ്രതിദിനം ആരാണോ വൈകി ശരീരം ഉപേക്ഷിക്കുന്നത് അവർക്ക് അല്പം സമയം ലഭിക്കുന്നു. കാരണം സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൽ ജന്മമെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നെ നിങ്ങളിൽ നിന്നും ആരാണോ പോകുന്നത്, ശരീരം വെടിയുന്നത്, അപ്പോൾ ഏതെങ്കിലും നല്ല വീട്ടിൽ ജന്മമെടുക്കും. സംസ്കാരം എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ആ ആത്മാവ് വേഗം ഉണരും. ശിവബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും. സംസ്കാരമേ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. ഇതിനെ വളരെ മഹീനതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പൂന്തോട്ടക്കാരൻ നല്ല നല്ല പുഷ്പങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ മഹിമയും പാടപ്പെടുന്നു. പുഷ്പങ്ങളെ തയ്യാറാക്കുക എന്നത്
പൂന്തോട്ടക്കാരൻ്റെ ജോലിയാണല്ലോ. ഇങ്ങനെ ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് ബാബയെ ഓർമ്മിക്കുവാൻ അറിയുകയില്ല. ഭാഗ്യത്തിന്മേലാണല്ലോ. ഭാഗ്യത്തിൽ ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഭാഗ്യശാലികളായ കുട്ടികളാണെങ്കിൽ ബാബയെ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ആ ഒന്നിനെ പൂർണ്ണ രീതിയിൽ ഓർമ്മിക്കും. ബാബയോടൊപ്പം പുതിയ ലോകത്തെയും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഗീതത്തിലും പറയുന്നുണ്ടല്ലോ, നമ്മൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി പുതിയ ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. 21 ജന്മങ്ങളിലേക്ക് ബാബയിൽ നിന്നും രാജ്യഭാഗ്യം നേടണം. ഈ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗീതത്തിൻ്റെ അർത്ഥം സൂചനയിലൂടെ മനസ്സിലായേനെ. സ്കൂളിലും ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ലെങ്കിൽ ഫെയിലാകുന്നു. ഇതാണെങ്കിൽ വളരെ വലിയ പരീക്ഷയാണ്. ഭഗവാൻ സ്വയം ഇരുന്ന് പഠിപ്പിക്കുന്നു. ഈ നോളജ് എല്ലാ ധർമ്മത്തിലുള്ളവർക്കും വേണ്ടിയുള്ളതാണ്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ദേഹധാരിയായ മനുഷ്യനെ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയും ഭഗവാൻ എന്ന് പറയില്ല. അതും സൂക്ഷ്മവതനവാസികളായ ദേവതമാരാണ്. ഇവിടെയുള്ളത് മനുഷ്യരാണ്. ഇവിടെ ദേവതമാരില്ല. ഇത് മനുഷ്യലോകമാണ്. ഈ ലക്ഷ്മി നാരായണനും മറ്റും ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരാണ്. അതിനെ ഡീറ്റീസം എന്ന് പറയുന്നു. സത്യയുഗത്തിൽ എല്ലാവരും ദേവീ ദേവതയാണ്. സൂക്ഷ്മവതനത്തിലുള്ളത് ബ്രഹ്മ, വിഷ്ണു, ശങ്കറാണ്. ബ്രഹ്മ ദേവതായ നമ, വിഷ്ണു ദേവതായ നമ എന്ന് പാടുകയും ചെയ്യുന്നു. പിന്നെ ശിവ പരമാത്മായ നമ എന്ന് പറയും. ശിവനെ ദേവത എന്ന് പറയില്ല. മനുഷ്യനെ പിന്നെ ഭഗവാൻ എന്ന് പറയാനാകില്ല. 3 ഫ്ലോർ ഉണ്ടല്ലോ. നമ്മൾ 3rd ഫ്ലോറിലാണ്. സത്യയുഗത്തിലെ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യർ ആരാണോ അവർ തന്നെ പിന്നെ ആസുരീയ ഗുണങ്ങളുള്ളവരായി മാറുന്നു. മായയുടെ ഗ്രഹണം ബാധിക്കുന്നതിലൂടെ കറുത്തു പോകുന്നു. ഏതുപോലെ ചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്നുവല്ലോ. അത് പരിധിയുള്ള കാര്യങ്ങളാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പരിധിയില്ലാത്ത പകലും പരിധിയില്ലാത്ത രാത്രിയും. ബ്രഹ്മാവിൻ്റെ പകലും രാത്രിയും എന്ന് പാടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാബയിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം മറക്കേണ്ടതുണ്ട്. ബാബയിലൂടെ പഠിക്കുന്നതിലൂടെ നിങ്ങൾ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകുന്നു. ഇത് സത്യസത്യമായ ഗീതാ പാഠശാലയാണ്. പാഠശാലയിൽ എപ്പോഴും ഇരിക്കുകയില്ല. മനുഷ്യർ വിചാരിക്കുന്നു ഭക്തിമാർഗം ഭഗവാനുമായി കണ്ടുമുട്ടുന്നതിൻ്റെ മാർഗമാണ്. എത്ര അധികം ഭക്തി ചെയ്യുമോ അപ്പോൾ ഭഗവാൻ തൃപ്തമാവുകയും വന്ന് ഫലം നൽകുകയും ചെയ്യുമെന്ന്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഭഗവാൻ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് ഫലം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ആരാണോ ആദ്യം സൂര്യവംശിയും പൂജ്യരും ആയിരുന്നത് അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തത്. അവർ തന്നെയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ തന്നെയാണ് ആദ്യം ശിവ് ബാബയുടെ അവ്യഭിചാരി ഭക്തി ചെയ്തത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തന്നെയാണ് ആദ്യം ഭക്തരായത്. പിന്നെ ഇറങ്ങി തമോ പ്രധാനമായി മാറുന്നു. പകുതി കൽപ്പം നിങ്ങൾ ഭക്തി ചെയ്തു. അതിനാൽ നിങ്ങൾക്ക് തന്നെയാണ് ആദ്യം ജ്ഞാനം നൽകുന്നത്. നിങ്ങളിലും നമ്പർ വൈസാണ്. നിങ്ങളുടെ ഈ പഠനത്തിൽ നമ്മൾ ദൂരെയാണ് താമസിക്കുന്നതെന്നും അതിനാൽ ദിവസവും പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുമുള്ള ഒഴിവ് കഴിവ് നടക്കുകയില്ല. ചിലർ പറയുന്നു നമ്മൾ 10 മൈൽ അകലെയാണ് താമസിക്കുന്നത്. ബാബയുടെ ഓർമ്മയിൽ നിങ്ങൾ 10 മൈൽ നടന്നാൽ പോലും ഒരിക്കലും ക്ഷീണം ഉണ്ടാവുകയില്ല. എത്ര വലിയ ഖജനാവ് എടുക്കുവാൻ പോകുന്നത്. തീർത്ഥസ്ഥാനങ്ങളിൽ മനുഷ്യർ ദർശനത്തിന് വേണ്ടി നടന്നു പോകുന്നു. എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. ഇതാണെങ്കിൽ ഒരേ ഒരു പട്ടണത്തിൻ്റെ കാര്യമാണ്. ബാബ പറയുന്നു, ഞാൻ ഇത്രയും അകലെ നിന്നും വന്നിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നു വീട് 5 മൈൽ ദൂരെയാണ്. ആഹാ, ഖജനാവ് എടുക്കുന്നതിന് വേണ്ടി ഓടി വരേണ്ടതാണ്.
അമർനാഥിൽ കേവലം ദർശനത്തിനു വേണ്ടി എവിടെ നിന്നെല്ലാം പോകുന്നു. ഇവിടെയാണെങ്കിൽ അമരനാഥനായ ബാബ സ്വയം പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങൾ ഒഴിവു കഴിവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാവിലെ അമൃതവേളയിൽ ആർക്കും വരാവുന്നതാണ്. ആ സമയത്ത് ഒരു ഭയവുമില്ല. നിങ്ങളെ ആരും കൊള്ളയടിക്കുകയുമില്ല. അഥവാ ഏതെങ്കിലും വസ്തുക്കളോ ആഭരണങ്ങളോ മറ്റോ ഉണ്ടായിരിക്കുകയാണെങ്കിൽ തട്ടിയെടുക്കും. കള്ളന്മാർക്ക് വേണ്ടത് ധനവും പദാർത്ഥങ്ങളുമാണ്. എന്നാൽ ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ലെങ്കിൽ പിന്നെ ഒഴിവു കഴിവുകൾ ധാരാളം ഉണ്ടാക്കുന്നു. പഠിക്കുന്നില്ലെങ്കിൽ തൻ്റെ പദവി പാഴാക്കുകയാണ്. ബാബ വരുന്നതും ഭാരതത്തിലാണ്. ഭാരതത്തെ തന്നെയാണ് സ്വർഗമാക്കുന്നത്. സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞു തരുന്നു. പക്ഷേ ആരെങ്കിലും പുരുഷാർത്ഥവും ചെയ്യണമല്ലോ. ചുവടെ വയ്ക്കുകയില്ലെങ്കിൽ എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും? കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേളയാണ്. ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുവാൻ. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥാപന പൂർത്തിയായി വിനാശം ആരംഭിക്കുകയും ചെയ്യും. ഇത് അതേ മഹാഭാരതത്തിൻ്റെ യുദ്ധമാണല്ലോ. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബ ഏതൊരു ജ്ഞാനത്തിൻ്റെ ഖജനാവ് നൽകിക്കൊണ്ടിരിക്കുന്നുവോ അത് സ്വീകരിക്കുന്നതിനായി ഓടി ഓടി വരണം. ഇതിൽ ഒരു പ്രകാരത്തിലുമുള്ള ഒഴിവു കഴിവുകൾ പറയരുത്. ബാബയുടെ ഓർമ്മയിൽ 10 മൈൽ നടന്നാൽ പോലും ക്ഷീണം ഉണ്ടാവുകയില്ല. വിജയമാലയിൽ വരുന്നതിൻ്റെ ആധാരം പഠനമാണ്. പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. മുള്ളുകളെ പുഷ്പമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. സ്വീറ്റ് ഹോമിനെയും സ്വീറ്റ് രാജധാനിയെയും ഓർമ്മിക്കണം. വരദാനം. സംഗമയുഗത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് ഒന്നിന് എണ്ണമറ്റ തവണ റിട്ടേൺ പ്രാപ്തമാക്കുന്ന സർവപ്രാപ്തി സമ്പന്നമായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ബാബ് ദാദയുടെ വാഗ്ദാനമാണ്, 1 നൽകൂ, ലക്ഷം നേടൂ. ഏതുപോലെ സർവശ്രേഷ്ഠ സമയം, സർവശ്രേഷ്ഠ ജന്മം, സർവശ്രേഷ്ഠ ടൈറ്റിൽ ഈ സമയത്തിൻ്റേതാണോ, അതേപോലെ സർവപ്രാപ്തികളുടെയും അനുഭവം ഇപ്പോൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒന്നിന് കേവലം 1,00,000 മടങ്ങല്ല ലഭിക്കുന്നത്. എന്നാൽ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ, എന്ത് ആഗ്രഹിക്കുന്നുവോ, ബാബ സർവന്റിൻ്റെ രൂപത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നിന് എണ്ണമറ്റ തവണ റിട്ടേൺ ലഭിക്കുന്നു. കാരണം വർത്തമാന സമയത്ത് വരദാതാവ് തന്നെ താങ്കളുടേതാണ്. ബീജം താങ്കളുടെ കൈകളിലുള്ളപ്പോൾ ബീജത്തിലൂടെ എന്താഗ്രഹിക്കുന്നുവോ അത് സെക്കൻഡിൽ നേടി സർവപ്രാപ്തികൾ കൊണ്ടും സമ്പന്നമാകാൻ സാധിക്കും. സ്ലോഗൻ. എങ്ങനെയുള്ള പരിതസ്ഥിതി ആയാലും പരിതസ്ഥിതി പോകട്ടെ, എന്നാൽ സന്തോഷം പോകരുത്. അവ്യക്ത സൂചന. ഏകാന്ത പ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകതയും ഏകാഗ്രതയും ഇവ കാര്യം ചെയ്യുന്നതിൻ്റെയും സഫലതയുടെയും 2 ശ്രേഷ്ഠ ഭുജങ്ങളാണ്. ഏകാഗ്രത എന്നാൽ സദാ നിസ്വാർത്ഥ സങ്കല്പം, നിർവികൽപ്പം. എവിടെ ഏകതയും ഏകാഗ്രതയുമുണ്ടോ അവിടെ സഫലത കഴുത്തിലെ മാലയാണ്. വരദാതാവിന് ഒരു വാക്ക് പ്രിയമാണ്, ഏകവ്രത. ഒരു ബലം, ഒരു വിശ്വാസം, അതിനോടൊപ്പം ഏകമതം. മന്മത്തം ഇല്ല, പരമത്വമില്ല, ഏകരസം. ഏതെങ്കിലും വ്യക്തിയുടെയോ വൈഭവത്തിൻ്റെയോ രസം ഇല്ല. അതേപോലെ തന്നെ ഏകതയും ഏകാന്തപ്രിയവും. ഓം ശാന്തി.
യോഗത്തിൻ്റെ അഭ്യാസം. സമയത്തിൻ്റെ വിശേഷ മഹത്വം ബുദ്ധിയിൽ ഉറപ്പിച്ച് ഞാൻ ഒരു സെക്കൻഡിൽ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അശരീരി അവസ്ഥയിൽ ഞാൻ ശബ്ദത്തിനുപരി വേറിട്ട അവസ്ഥ അനുഭവിക്കുന്നു. മുക്തിധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വന്നതും അശരീരി ആയി തന്നെ സദ്ഗുരുവായ ബാബയോടൊപ്പം മുക്തിധാമത്തിലേക്ക് ഈ കൽപ്പാന്ത്യത്തിൽ മടങ്ങേണ്ടതും അശരീരി ആയി തന്നെ. ദേഹവും ദേഹത്തിൻ്റെ ദേശവും മറന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അശരീരി ആത്മാവായി പരംധാം നിവാസിയാകുന്നു. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബയുടെ ഏകസ്മൃതിയിൽ യോഗയുക്തമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. യോഗത്തിൻ്റെ അഭ്യാസം. മറ്റൊരു സങ്കല്പവുമില്ലാതെ ഈ അവസ്ഥയിൽ ബൃഹസ്പതിയായ ബാബ സൈലൻസിൻ്റെ ശക്തി ഭാഗ്യവിധാതാവിൻ്റെ രൂപത്തിൽ ശേഖരിക്കുന്നു. ശ്രേഷ്ഠ ഭാഗ്യമുണർത്തുന്ന ഈ സംഗമവേളയിൽ മധുരമായ ബാബ സ്ഥിതി എന്ന ഞാൻ ഭാവനായുക്ത സങ്കല്പം മനസ്സിൽ വരുമ്പോൾ തന്നെ ബാബയുടെ അലൗകിക കൂട്ടുകെട്ട് അവസ്ഥയിൽ എനിക്ക് സർവ അനുഭവമാകുന്നു. ഉദാസീനതകളും വിഷമതകളും അകലുന്നു. സ്നേഹസമ്പന്ന പരമാത്മാസ്മൃതിയിൽ എൻ്റെ മനസ്സ് ശക്തി സമ്പന്നവും സുഖദായകവുമായ ഒരു ഈ സെക്കൻഡിൽ സ്മൃതിയുടെ ഞാൻ ആനന്ദം മസ്തകത്തിലെ ഞാൻ എടുക്കുന്നു. ആത്മസിംഹാസനത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്ഥിതി ചെയ്യുന്നു. ശിവബാബയുടെ ജ്യോതിർബിന്ദു രൂപത്തിൽ ഈ ശക്തിശാലി സ്ഥിതിയിൽ ഏകാഗ്രമാകുമ്പോൾ പ്രീതിയുടെ ആത്മീയ ഈണത്തിൽ ഞാൻ ഇരിക്കുന്നു. ശക്തിശാലി സ്ഥിതി എൻ്റെ മനസ്സ് അനുഭവിക്കുന്നു. സന്തോഷത്താൽ നൃത്തമാടുന്നു. ഈ സൂക്ഷ്മ സ്മൃതിയുടെ
ശക്തി ഈ മായയുടെ സന്തോഷത്തിൻ്റെ വിഭിന്ന അലകൾ സമസ്യകളെ ഞാൻ മുഴുവൻ സമാപ്തമാക്കുന്നു. വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. വിഘ്നങ്ങൾ വിനാശമാക്കുന്നു. സ്ഥൂല അഗ്നിയുടെ പരിവർത്തന ശക്തി പോലെ ഈ സൂക്ഷ്മ യോഗാഗ്നി പൂർവജന്മ പാപങ്ങളെ ഭസ്മമാക്കുന്നു. ഞാൻ സ്വച്ഛവും ലൈറ്റ് സ്വരൂപവുമാകുന്നു. ഭാരരഹിതമാകുന്നു. ഈ ശക്തിശാലി സ്ഥിതി നിലനിർത്തിക്കൊണ്ട് ഞാൻ ആത്മസിംഹാസനമായ ഭൃഗുടിയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ശക്തിയുടെ തരംഗങ്ങൾ സ്വതവേ വ്യാപിക്കുന്നു. ഇത് അന്തരീക്ഷത്തെ സ്നേഹമയവും ശക്തിശാലിയും ആക്കുന്നു. ബൃഹസ്പതിയായ ബാബയുടെ ഓർമ്മയുടെ ഛത്രഛായയിൽ ഞാൻ ഇപ്രകാരം സ്ഥിതി ചെയ്യുമ്പോൾ മനസ്സ ശക്തിശാലിയായി, വാച നോളജ്ഫുള്ളായി, കർമ്മണ ലവ്ഫുള്ളായി, സഹജമായി സ്ഥിതി ചെയ്യാൻ എനിക്ക് കഴിയുന്നു.